ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നെന്താ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് സ്കൂൾ ബാക്ക് പാക്കിംഗ് ഒന്നല്ല. ഇന്ന് ഞാനൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. എന്ത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഹെൽപ്ഫുൾ. എക്സാം അല്ലേ പറയുന്നത്, അടുത്ത മാസം 15-ാം തീയതി അല്ലേ എക്സാം. അപ്പൊ അതിനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു എളുപ്പം മീൻസ് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്പായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. എന്ത് ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നു, കുറച്ച് സ്റ്റഡി ടിപ്സ് ആണ് കേട്ടോ. ഇപ്പൊ ചിലവർക്കൊക്കെ അറിയാവുന്ന സ്റ്റഡി ടിപ്പ് ആയിരിക്കും കേട്ടോ. ചിലവർക്കൊക്കെ ആ സ്റ്റഡി ടിപ്പ് അറിയായിരിക്കും, ചിലവർക്ക് അത് അറിയില്ലായിരിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് ഉള്ള സ്റ്റഡി ടിപ്പാണ് പറയുന്നത്. എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. എക്സാം ഒക്കെ എല്ലാം എടുത്തു വരുന്നത്, അപ്പൊ എല്ലാവർക്കും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സ്റ്റഡി ടിപ്സ് ആയിരിക്കും കേട്ടോ. അതിനു മുമ്പ് എന്റെ കുറച്ച് ഫ്രണ്ട്സിന്റെ പേര് അവര് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോയില്. അപ്പൊ അവരുടെ പേര് ഞാൻ പറയാം. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞാൻ സോറി ചോദിക്കുന്നു. എനിക്ക് അത്രയ്ക്ക് ഓർമ്മയില്ല. ദെൻ ഞാൻ കുറച്ച് പേരുടെ പേരാണ് ഇപ്പൊ പറയുന്നത്. നിങ്ങളുടെ ക്ലാസ് ലീഡറായ അനന്യ, ദേവപ്രിയ, ഗംഗ, തീർത്ഥ, ആൻഡ്രോസ്, ദെൻ റോസ്ലെറ്റ്, പിന്നെ പൂജ, സ്മൃതി, ആൻഡ്രിയ, ദെൻ ആരാധ്യ അനിൽ, ആരാധ്യ വി എ, ജോവന്ന, അങ്ങനെ കുറച്ച് പേര്. ഇത്ര പേരാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയുള്ളവരെ ഞാൻ പിന്നത്തെ ഒരു വീഡിയോയിൽ പറയാം. എനിക്ക് എല്ലാവരും അങ്ങനെ ഓർമ്മ ഉണ്ടാവാറില്ല എന്ന് വെച്ചാല് വീഡിയോ എടുക്കുന്ന ആ സമയത്ത്. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇന്നലെ ഞാൻ എടുത്ത വീഡിയോയിൽ കുറച്ച് പേരുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ഒരു 4 പേരുടെ പേര് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ദെൻ ഈ മൈക്കിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം വെയിറ്റ് ഒന്നും ഇല്ല കേട്ടോ ഈ മൈക്കിന്. ഞാൻ ഇത് ആമസോണിന് തോന്നുന്നത് ഞാനല്ലേ മേടിച്ചത്, എൻ്റെ അമ്മയാണ് മേടിച്ചത്. ഇനി എത്ര വെയിറ്റ് എന്ന് എനിക്ക് അറിയത്തില്ല. ദെൻ വെയിറ്റ് എന്ന് എനിക്കറിയാം, എവിടുന്ന് മേടിച്ചതെന്ന് ചോദിക്കരുത്, എനിക്കറിയില്ല കേട്ടോ. ഞാൻ അത് ചോദിച്ചിട്ട് ഞാൻ പറയാം. ഇതിന് ജസ്റ്റ് 300 അത്ര റേഞ്ചേ ഉള്ളൂ. 350 300 അത്ര ഒരു ഇതുള്ളൂ. അല്ലാണ്ട് അത്ര റേറ്റ് ഇല്ല. ഇതിന് ചെറിയൊരു റേറ്റേ ഉള്ളൂ. ഇത് എവിടുന്ന മേടിച്ചത് എനിക്കറിയില്ല. മേ ബി ആമസോണിൽ നിന്നായിരിക്കാം. അപ്പൊ ഇത്രയും പറയുന്നു. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. നമുക്ക് പോവാം. അതെ ഗൈസ്, ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മാക്സിമം നമ്മള് പഠിക്കാതിരിക്കണ സമയത്ത്, നമുക്ക് പഠിക്കാനൊക്കെ ചിലവർക്ക് മടി ഉണ്ടാവാം. ആ മടി പഠിക്കാതിരിക്കുമ്പോ ഉള്ള സമയത്ത് മാത്രമായിട്ടുള്ളതായിരിക്കാം. ഞാന് വലിയൊരാളായിട്ടല്ലേ ഇത് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഒരു ഹെൽപ്പിന് വേണ്ടിയിട്ടാണ്. ഞാൻ ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആണ് പറയുന്നത്. ദെൻ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായി, എനിക്ക് ഏറ്റവും ടഫുള്ള വിഷയം മാത്സ് ആണ്. അപ്പൊ പഠിക്കാതിരിക്കുന്ന സമയത്ത് മാത്രം ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നാറുണ്ട്. മേ ബി ചിലവർക്ക് കേട്ടോ. എനിക്കൊക്കെ പഠിക്കാതിരിക്കാനാണ് ബുദ്ധിമുട്ട്. പഠിച്ചിരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലോയിൽ അങ്ങ് പൊക്കോളും. പിന്നെ പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എണീക്കാറുള്ളൂ. അപ്പൊ ആദ്യത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മാക്സിമം പഠിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലോ ഒഴിവാക്കുക. മീൻസ് ബിസ്ക്കറ്റ് അങ്ങനെ സ്നാക്സ് ഒക്കെ കഴിക്കുന്നത് ഒഴിവാക്കാം. ഇങ്ങനെ പഠിക്കാതിരിക്കുന്ന സമയത്ത് അടുത്ത് ചിപ്സ്, കോഫി, മേ ബി ചായ, അതും നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഉറക്കം വരാണ്ടിരിക്കാനൊക്കെ നമ്മൾ ബ്ലാക്ക് കോഫി കുടിക്കാറുണ്ട്. ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ പഠിക്കാതിരിക്കുമ്പോ. അല്ലെങ്കിൽ ഞാൻ മുഖം വാഷ് ചെയ്യാറുണ്ട്. ബ്ലാക്ക് കോഫിയുടെ ആവശ്യമില്ല, മുഖം വാഷ് ചെയ്താലും മതി. നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ മുഖം കഴിക്കാനും മതി കേട്ടോ. പിന്നെ നമ്മൾ കഴിക്കാൻ ഇങ്ങനെ പഠിക്കാതിരിക്കുമ്പോൾ മാക്സിമം സ്നാക്സ് ഒഴിവാക്കുക. സ്നാക്സ് മീൻസ് ചിപ്സ്, എന്ത് ഫ്രൂട്ട്സ് ആയപ്പോലും ആപ്പിള് കഴിക്കരുത്. ഒന്നും കഴിക്കരുത് പഠിക്കുന്ന സമയത്ത്. പഠിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ അത് പഠിച്ചത് മറന്നു പോകുന്നതാണ് പറയാട്ടോ.
പിന്നെ ചിലവർക്കൊക്കെ ഉണ്ടാവാം. എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ. ഞാൻ എങ്ങനെ കഴിച്ചോണ്ട് ഇതിനെ പഠിക്കും, ഒന്നും തലയിലൊന്നും കയറില്ല. നമ്മുടെ മൈൻഡിലുണ്ട്. ഇപ്പൊ നമ്മളൊരു പാരഗ്രാഫ് നമുക്ക് വായിക്കാൻ കിട്ടിയല്ലോ, അപ്പൊ നമ്മൾ വിചാരിക്കും അത് നമുക്കത് കിട്ടി, നമ്മളത് അടിപൊളിയായിട്ട് പഠിച്ചു, അത് നമുക്ക് കിട്ടി എന്നൊക്കെ ഉണ്ടാവാം. ബട്ട് നമ്മളത് നന്നായിട്ട് പഠിച്ചിട്ടില്ല എന്നാണ് എൻ്റെ അർത്ഥം. ദെൻ നമ്മള് പിന്നെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഞാൻ ഇപ്പൊ പറയുന്നത് 5 ടിപ്സ് ആണ് കേട്ടോ ഞാൻ പറയുന്നത്. ആദ്യത്തെ ടിപ്പാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡ്സ് ഒഴിവാക്കുക. ഫ്രൂട്ട്സ്, സ്നാക്സ്, അങ്ങനത്തെ കറുമുറ ഐറ്റംസ് ഒക്കെ ഒഴിവാക്കുക. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഠിച്ചതൊക്കെ മറന്നു എന്നാണ് പറയുക. എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, മറന്നു പോകും കേട്ടോ നമ്മളെല്ലാം. ദെൻ രണ്ടാമത്തെ ടിപ്പാണ്, നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ നമ്മളൊരു പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് തോന്നും, ഇത് എനിക്ക് കിട്ടിയില്ലേ, ഇത് ഞാൻ അടിപൊളിയായിട്ട് വായിച്ചു, അതുകൊണ്ട് എനിക്കിത് എൻ്റെ മൈൻഡിൽ സ്റ്റോർ ആയിട്ടുണ്ട്, ഞാൻ നല്ലോണം ഇത് പഠിച്ചു, അങ്ങനെ ഒരു ഇതുണ്ടാവാം. ബട്ട് അത് നമ്മളെ വെറും തോന്നൽ മാത്രമാണ് ഗൈസ്, വെറും തോന്നലാണ് ഗൈസ്. അത് നമ്മൾ ശരിക്കും പഠിച്ചിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ നമ്മളത് ഒന്നുകൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് വായിക്കുമ്പോൾ നമ്മൾ നല്ല ഫ്ലോയിൽ വായിക്കുന്നുണ്ട്, നന്നായിട്ട് കിട്ടുന്ന പോലെ ഇതാവുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് പഠിച്ചു എന്ന് വെക്കും, പിന്നെ അത് നോക്കില്ല. പിന്നെ അതിന് ഇതായിട്ടാണ്, പരിഹാരമായിട്ടാണ് നമ്മൾ പഠിക്കില്ലേ, ഒരു പാരഗ്രാഫ് ഫുള്ള് പഠിക്കുന്നു, ബുക്ക് അടച്ചു വെക്കുന്നു, നമ്മൾ ആക്റ്റീവ് റെക്കോർഡ്, നമ്മൾ റീകോൾ ചെയ്യാണ് നമ്മുടെ മൈൻഡിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്നിങ്ങനെ ഓർത്തിങ്ങനെ എടുക്കുകയാണ്, മനസ്സിൽ എന്താണ് പഠിച്ചതെന്ന് ഇത് കുറിക്കുകയാണ് മനസ്സിൽ. അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. അതിനുശേഷം അതിനെക്കാട്ടിലും അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് ടീച്ചിങ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മള് ഇത് മാക്സിമം കുട്ടികൾക്ക് അറിയുന്നതായിരിക്കും കേട്ടോ. ഈ 2 എണ്ണം മാക്സിമം എല്ലാ കുട്ടികൾക്കും അറിയുന്നതായിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റീകോൾ ചെയ്യുക, ദെൻ അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു തന്നുള്ളൂ. അത് രണ്ടാമത്തേതാണ്. അതിനുശേഷം അത് അല്ലെങ്കിൽ നമുക്ക് ഇത് വേണമെങ്കിൽ ചെയ്യാം. എന്താ ചെയ്യാ, ടീച്ചിങ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചത് വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ ആക്കുക. എന്നുവെച്ചാൽ നമുക്ക് ആരെയും വേണമെന്ന് പോലും ഇല്ല, നമുക്ക് വേണമെങ്കിൽ മിററിൽ നോക്കി പറയാം. അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. നമുക്ക് വേണമെങ്കിൽ മിററിൽ നോക്കിയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ വേറെ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ആ വഴി നമുക്ക് അത് കൂടുതൽ നമ്മുടെ മനസ്സിൽ അത് ഉറപ്പിക്കും. അത് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മളതൊരു പഠിപ്പിക്കണം പോലെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് കിട്ടും. അത് നമ്മൾ ഒരു വേള പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ അത് എപ്പോഴും ഉണ്ടാവും. പഠിച്ച് ഇങ്ങനെ വേറൊരാൾക്ക് നമ്മൾ ഇത് ടീച്ച് ചെയ്ത് കൊടുക്കുകയാണ്, ഇത് ഇങ്ങനെയാണ് നമുക്ക് മനസ്സിലായത്, അതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലായത്, നമ്മൾ പഠിച്ചതിൻ്റെ ഉള്ളിൽ നിന്ന് മനസ്സിലായത് നമ്മൾ വേറൊരാൾക്ക് അത് പങ്കുവെക്കുകയാണ് കേട്ടോ. അത് നമ്മളിങ്ങനെ പങ്കുവെക്കുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒന്നുകൂടി നന്നായിട്ട് കിട്ടും. അതിന് ശേഷം ചെയ്യേണ്ടതെന്നാണ് മൂന്നാമത്തെ ടിപ്പാണ്. ഇപ്പൊ നമുക്ക് മാത്സ് ഒക്കെ പഠിക്കാതിരിക്കുമ്പോൾ അത് മാക്സിമം എഴുതുക കേട്ടോ. ഇപ്പൊ നമ്മൾ എക്സാമിനൊക്കെ കൂടുതൽ നമ്മുടെ എഴുത്തിലാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ പഠിച്ചതിൽ എഴുതണം, അത് എഴുതാം. പഠിക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, അത് എഴുതലാണ്. അത് നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു അതിലാണ് നമുക്ക് ചെയ്യാൻ. മീൻസ് ഇപ്പൊ ഒരു A4 ഷീറ്റില്, ഒരു വരയുള്ള A4 ഷീറ്റില് നമ്മൾ എങ്ങനെ ആ പഠിച്ച കാര്യം എഴുതി പ്രസന്റ് ചെയ്യുന്നു, അത് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ പഠിച്ചിട്ട് എഴുതിയത് തെറ്റാണെങ്കിലും നമ്മൾ നീറ്റിൽ എങ്ങനെ എഴുതി കഴിഞ്ഞാല് നമുക്ക് ജസ്റ്റ് ചിലപ്പോ ഒരു ഹാഫ് മാർക്ക് കിട്ടിയേക്കാം, പറയാൻ പറ്റില്ല, കിട്ടിയേക്കാം. നല്ല ക്ലിയർ ആയിട്ട് എഴുതി മാർജിൻ വരച്ച് ഡേറ്റ് ഒക്കെ എഴുതി ഏത് സബ്ബാണ് എന്നൊക്കെ എഴുതിയിട്ട് അത് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുക. അത് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ നോക്കുക. അതിന്റെ ഫോർമുലാസ് ഒക്കെ എഴുതാൻ നോക്കുക. ഇതിന്റെ മാത്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇതിന്റെ സ്റ്റെപ്പായിട്ട് എഴുതാം. ആ സ്റ്റെപ്പ് ക്ലിയർ ആയിട്ട് പഠിച്ചതുപോലെ എഴുതാം. ഇത് കിട്ടിയില്ലെങ്കിലും ഈ എഴുതിയത് കൊണ്ട് നമുക്ക് ചിലപ്പോ ഒരു 1/2 മാർക്ക് കിട്ടിയേക്കാം, പറയാൻ പറ്റില്ല, കിട്ടിയേക്കാം. പിന്നെ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്.
അതാണ് മൂന്നാമത്തെ ടിപ്പ്. നമ്മൾ നല്ലോണം എഴുതുക. കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യുക. അതുവഴിയെങ്കിൽ നമുക്ക് ചിലപ്പോൾ അരമാർക്ക് അല്ലെങ്കിൽ 2 മാർക്സ് ഒക്കെ കിട്ടിയേക്കാം. പറയാൻ പറ്റില്ല, കിട്ടിയേക്കാം നമുക്ക്. മൂന്നാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ മൂന്നാമത്തെ അല്ലേ പറഞ്ഞു, നാലാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഇപ്പൊ ഞാൻ പഠിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എന്റെ ഫോണാണ് കേട്ടോ. എന്റെ ഫോൺ മീൻസ് ഇത് ഞാൻ പഠിക്കാനായിട്ടാണ് ഉപയോഗിക്കാറ്. ഞാൻ ഇത് കളിക്കാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഗെയിം എടുത്ത് വെച്ചേക്കുന്ന ഇതാണ് എന്റെ ഫോൺ. ഇതില് ഞാൻ പഠിക്കാനായിട്ട് ഉപയോഗിക്കാറ്. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗൂഗിളിൽ തന്നെ ഒരു ഇതുണ്ട്. എന്തുണ്ട് കാണിച്ചു തരാം. ഇത് കണ്ടോ നിങ്ങള്? കാണാൻ പറ്റുമോന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ എന്തായാലും കാണിച്ചു തരാം. വെയിറ്റ്. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഇതാണ് ഗൂഗിള് എന്ന് വെക്കുക. ഇതാണ് ഗൂഗിള്. ഞാൻ ഇപ്പൊ ഗൂഗിൾ എടുത്തിട്ടുണ്ട്. ഈ ഗൂഗിളിന്റെ ഇപ്പുറത്ത് സെർച്ച് എന്ന് പറഞ്ഞൊരു മോഡ് ഉണ്ട്. സെർച്ച് കണ്ടോ? സെർച്ചിന്റെ അപ്പുറത്ത് ഒരു മൈക്ക് കൊടുത്തിട്ടുണ്ട്. അതിനപ്പുറത്ത് ഒരു ക്യാമറ പോലത്തെ സംഭവം കൊടുത്തിട്ടുണ്ടാവും. എല്ലാവരുടെ ഫോണിലും ഉള്ളതാണ്. ഒരു ക്യാമറ പോലത്തെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇതാ ഇങ്ങനെ വരും. കണ്ടോ? ക്യാമറ പോലെ വരും. ഇതില് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് സംശയമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ കണ്ടോ സെർച്ച് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഇവിടെ ബട്ടൺ ഉണ്ട്. അതിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് സ്വൈപ്പ് അപ്പ്. അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റെപ്പ് അടക്കം നമുക്കിത് മനസ്സിലാക്കി പറഞ്ഞു തരും. പ്രത്യേകിച്ച് കണക്ക് കിട്ടോ, കണക്ക് അടിപൊളിയായിട്ട് ഇത് പറഞ്ഞു തരും. ഞാൻ ഈ കണക്കിൽ വല്ല സംശയം തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതാണ് എടുക്കാറ്. ഗൂഗിള് തന്നെ നമുക്ക് സ്കാൻ ചെയ്യാം, അത് എടുക്കാം കേട്ടോ. ഇതിപ്പോ ഞാൻ പഠിക്കാനുള്ള ടിപ്പ് 2 എണ്ണം മീൻസ് 1 or 2 ആയിരിക്കും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടാവുക. ഇതൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. യൂസ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് വഴി പഠിക്കുന്നത് വഴി നമുക്ക് എന്ത് കിട്ടാം? അടിപൊളിയായിട്ട് ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ നല്ലോണം ശ്രദ്ധിച്ചിരിക്കുന്ന ചില കുട്ടികളുണ്ടാവും. നല്ലോണം ശ്രദ്ധിച്ചിരിക്കുക, അവർക്കൊക്കെ അപ്പൊ പറയുമ്പോ തന്നെ നമുക്ക് കിട്ടാം. എനിക്ക് അങ്ങനെ കിട്ടാറില്ല. അതുകൊണ്ട് എനിക്ക് സംശയമുള്ളതൊക്കെ ഞാൻ ഗൂഗിളിൽ ഇതുവഴി ഞാൻ നോക്കും. അപ്പൊ ഇത് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ തരും. ആദ്യം നമ്മൾ കാണുമ്പോൾ ഇത് എന്തൊരു വലിയ ഇതാണ് തോന്നും. ബട്ട് ഇത് നമ്മളിങ്ങനെ മനസ്സിലാക്കി ഇത് വായിച്ചിങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കിത് എളുപ്പത്തിൽ നമുക്കിത് പഠിച്ചെടുക്കാൻ പറ്റും. സ്റ്റെപ്പ് വഴിയാണ് ഇത് പറഞ്ഞു തരിക കേട്ടോ. അതുപോലെ തന്നെ ഇതില് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ AI എന്ന് പറഞ്ഞിട്ടൊരു മോഡുണ്ട്. അതിൽ തൊട്ട് കഴിഞ്ഞാൽ അതിൽ നമുക്ക് വല്ല സംശയം ഉള്ളത് നമുക്ക് ചാറ്റ് പോലെ, ഇപ്പം പുതിയതായിട്ടുള്ള ജെമിനി അതുപോലെ നമുക്ക് ഇത് ക്വസ്റ്റ്യൻസ് വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ലോണം പറഞ്ഞു തരും. അതിൻ്റെ ഉള്ളിലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞു തരും. അത് ഒരു 4ാമത്തെ ടിപ്പാണ്. ഇത് നമുക്ക് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം കേട്ടോ. 5ാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വലുതായിട്ടൊന്നുമില്ല. നമ്മള് പഠിക്കുമ്പോ ഇത് ഞാനിപ്പോ 3 ടിപ്സ് ആണ് പറഞ്ഞത്. 3 ടിപ്സും 2 ഉപയോഗപ്രദമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ ഞാൻ 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇല്ല, ആദ്യം ഞാൻ പറഞ്ഞു ഈ ഫോണില് ഗൂഗിളിന്റെ കാര്യം പറഞ്ഞു. അത് 2 ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, യൂസ് ചെയ്യാൻ നമുക്ക് പഠിക്കുമ്പോൾ. പിന്നെയുള്ള ടിപ്സ് ആണ്. ഇനി 5ാമത്തെ ടിപ്പ് എന്ന് മീൻസ് നമ്മൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് നമ്മൾ ഇരിക്കുന്ന 1 മിനിറ്റ് കേട്ടോ.